എം.ആർ. അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്രാ കേസിൽ നടപടികൾ അവസാനിപ്പിച്ച് ഹൈക്കോടതി. ഇനി ആവർത്തിക്കരുതെന്ന് കോടതിയുടെ താക്കീത്. ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിലാണ് ട്രാക്ടർ ഉപയോഗിച്ചതെന്ന വിശദീകരണം കോടതി അംഗീകരിച്ചു. വലിയ വിവാദമായിരുന്നു ADGP എം.ആർ. അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അനുവദനീയമല്ലാത്ത പരിസരത്തു കൂടിയാണ് അദ്ദേഹം ട്രാക്ടർ യാത്ര നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദങ്ങൾ ഉയർന്നത്. ഷബ്ന സിയാദ് ഉണ്ട്. ഷബ്ന, ഇപ്പോൾ അജിത് കുമാറിന്റെ നടപടികൾ കോടതി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളെ പേരിലാണ് ട്രാക്ടർ ഉപയോഗിച്ചതെന്ന വിശദീകരണം കോടതി അംഗീകരിച്ചിരിക്കുന്നു. എന്തൊക്കെ വിശദാംശങ്ങളാണ് ലഭിക്കുന്നത്? അഖില, ഈ എം.ആർ. അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ശബരിമലയിൽ ഇത്തരത്തിൽ യാത്ര നടത്തിയത് ട്രാക്ടർ ചരക്കുകൾ കൊണ്ടുപോകാൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നതാണ്. അതിനുശേഷവും ഇത്തരം ഒരു യാത്ര നടത്തിയത് കോടതിയലക്ഷ്യ നടപടിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതേ തുടർന്നാണ് ദേവസ്വം ബെഞ്ച് നടപടികൾ സ്വീകരിച്ചത്. സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ഈ അജിത് കുമാറിനെതിരെ സ്വീകരിച്ച നടപടികൾ കോടതി അവസാനിപ്പിച്ചിരിക്കുന്നു. ഇതിന് കാരണമായി എം.ആർ. അജിത് കുമാർ വിശദീകരണം നൽകിയിരുന്നു. അദ്ദേഹം നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞത് പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മറ്റ് മാർഗങ്ങൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ട്രാക്ടർ യാത്ര നടത്തേണ്ടി വന്നത്. ഇനി ഇത്തരത്തിലുള്ള യാത്രകൾ ആവർത്തിക്കില്ല എന്ന് വിശദീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇനി ശബരിമലയിൽ ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശം ദേവസ്വം ബെഞ്ച് നൽകുകയും തുടർന്ന് എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള കേസിലെ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതിൽ തുടർ നടപടികളുമായി ഈ ഹർജിക്കാർ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ സ്വമേധയായിരുന്നു കേസെടുത്തിട്ടുണ്ടായിരുന്നത് ഹൈക്കോടതി. ഇനി എന്തൊക്കെ നടപടികളിലേക്കാകും കടക്കാൻ പോകുക? അതിലെ ഈ കേസിന്റെ നടപടികൾ ഇപ്പോൾ കോടതി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. ഏതായാലും ഈ കേസ് നടപടികൾ അവസാനിപ്പിച്ചതോടുകൂടി ഈ എം.ആർ. അജിത് കുമാറിന്റെ വിശദീകരണം കൂടി കണക്കിലെടുത്താണ് ഇത്തരം ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി പോയത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകില്ല. സ്വാമി അയ്യപ്പൻ റോഡ് വഴി ചരക്ക് വാഹനമായ ട്രാക്ടറിലൂടെ യാത്ര നടത്തിയെന്നായിരുന്നു ഈ കേസ് ഉണ്ടായിരുന്നത്. അതിൽ എന്തൊക്കെ വകുപ്പുകളായിരുന്നു ചുമത്തിയിട്ടുണ്ടായിരുന്നത്? ഇത് സംബന്ധിച്ച് നമുക്കറിയാം, പോലീസാണ് അത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പത്തനംതിട്ട പോലീസ് ആ രീതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരം ഈ അനധികൃതമായി യാത്ര നടത്തി എന്നത് സംബന്ധിച്ച കേസ് നിലവിലുള്ളത്. ഹൈക്കോടതി സ്വീകരിക്കുന്നത് സ്വമേധയാ ഹൈക്കോടതിയുടെ കേസായിരുന്നു. അതിൽ ഹൈക്കോടതി ഹർജി സ്വീകരിക്കുകയും അതിൽ കോടതിയലക്ഷ്യം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലുമായിരുന്നു. ഇതിനിടെയാണ് എം.ആർ. അജിത് കുമാർ ഈ വിശദീകരണം നൽകിയത്. ഇതിൽ ഈ വിശദീകരണത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കേസ് നിലനിൽക്കുന്നു. അതിനിടെ കോടതി ഇത്തരം ഒരു നടപടിയിലേക്ക് കടക്കരുത്, തന്റെ ആരോഗ്യ പ്രശ്നമാണ് ഇത്തരം ഒരു സാഹചര്യം ഒരുക്കിയത് എന്നും വിശദീകരണം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കേസ് അവസാനിപ്പിച്ചു. പമ്പ സന്നിധാന റൂട്ടിൽ ചരക്കു നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ, മാത്രമല്ല ഡ്രൈവർ അല്ലാതെ മറ്റാരും അതിൽ ഉണ്ടാകാൻ പാടില്ലെന്നായിരുന്നു 12 വർഷം മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. അതായിരുന്നു അജിത് കുമാർ ലംഘിച്ചിരുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം ഹൈക്കോടതി നേരത്തെ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഈ പമ്പയിലേക്ക് അല്ലെങ്കിൽ പമ്പയിൽ നിന്നുള്ള ഈ യാത്ര, ഈ ശബരിമലയിലേക്ക് കാനനപാതയിലൂടെ ഇത്തരത്തിൽ ട്രാക്ടറിൽ യാത്ര ചെയ്യുന്നത് നിരവധി ആളുകൾ ഇത്തരത്തിൽ യാത്ര ചെയ്യുകയും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് കോടതി നേരത്തെ മുൻ വർഷങ്ങളിൽ ഇത്തരം നടപടികൾ ഉണ്ടാകരുത് എന്ന് നിർദ്ദേശിക്കുകയും അത് കർശനമായി വിലക്കുകയും ചെയ്തിരുന്നത്. ഇത്തരം യാത്രകൾ ഈ ചരക്ക് സാധനങ്ങൾ, അതായത് ശബരിമലയിലേക്ക് എത്തിക്കേണ്ട സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ട്രാക്ടർ ഉപയോഗിക്കാവുള്ളൂ. ആളുകൾ ഈ രീതിയിൽ യാത്ര ചെയ്യരുത് എന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത് ദേവസ്വം ബെഞ്ച് തന്നെയായിരുന്നു. അതിനുശേഷമാണ് എം.ആർ. അജിത് കുമാർ ഈ രീതിയിൽ യാത്ര നടത്തിയത്. ഇത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് കോടതിയിൽ ഇതിന്റെ തെളിവുകളുടെ വീഡിയോ അടക്കം സമർപ്പിച്ചത്. ഈ രീതിയിൽ യാത്ര നടത്തി എന്നതായിരുന്നു. പ്രത്യേകമായ എന്തെങ്കിലും പരിഗണന ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന് നൽകാൻ കഴിയില്ല എന്ന രീതിയിലുള്ള വാദവും ഇതിനിടയിൽ ഉയർന്നു വന്നിരുന്നു. ആ രീതിയിൽ കോടതി ഈ വിഷയം പരിഗണിക്കുകയും പിന്നീട് ഈ ട്രാക്ടർ യാത്രയെ സംബന്ധിച്ച് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. ഈ വിശദീകരണത്തിലാണ് ഇത്തരം യാത്ര നടത്താനുണ്ടായ സാഹചര്യം ഇദ്ദേഹം വിശദീകരിച്ചത്. അതിനുശേഷം ഇനി ആവർത്തിക്കരുത് എന്ന നിർദ്ദേശത്തോടെ, അല്ലെങ്കിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പോലീസിന്റെ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകും. ഈ ഒരു സാഹചര്യത്തിൽ കോടതിയിൽ നിലനിൽക്കുന്ന സ്വമേധയാ എടുത്ത കേസ് ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ കേസ് അവസാനിപ്പിച്ചത്.
ശരി, ഷബ്നാസി, അതാണ് MR അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്ര കേസിൽ നടപടികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഇനി ആവർത്തിക്കരുതെന്ന് കോടതിയുടെ താക്കീതുമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിലാണ് ട്രാക്ടർ ഉപയോഗിച്ചതെന്ന അജിത് കുമാറിന്റെ വിശദീകരണം കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഷബ്നാസി, അതാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.